എന്താണ് ഈ അൾസർ എന്ന് പറഞ്ഞാൽ ആസിഡ് കൂടുതൽ ഉണ്ടാകുന്ന ഒരവസ്ഥയിലാണ് കൂടുതലും അൾസർ ഉണ്ടാകുന്നത്. ആസിഡ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? കൂടുതലും ആഹാര രീതിയിൽ നമ്മൾ ക്രമീകരണം നടത്തേണ്ടതാണ്. ക്രമീകരണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അൾസർ ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നുള്ള ഒരു ഘട്ടത്തെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ അസിഡിറ്റി എന്ന് പറയുന്നത്. അതും നമുക്ക് പല രീതിയിൽ പല രോഗലക്ഷണങ്ങളായി കണ്ടുവരാം. അത് പക്ഷേ അൾസർ തന്നെ ഒരു ക്യാൻസർ ആകാം, സാധാരണ രീതിയിലുള്ളൊരു ഒരു വ്രണവുമാകാം. ഈ ക്യാൻസറൊക്കെ ആകുമ്പോഴാണ് കൂടുതലും CT വഴിയോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് വഴി ഒക്കെ മറ്റും മനസ്സിലാകുന്നത്. പക്ഷേ സാധാരണ അൾസർ എന്ന് വിവക്ഷിക്കപ്പെടുന്ന അൾസർ ഈ രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. ആസിഡ് ചിലവർക്ക് മുകളിലോട്ട് അന്നനാളത്തിലേക്ക് കയറി വരുന്നത് കൂടുതൽ ഹാർട്ട് ബേൺസ് അല്ലെങ്കിൽ നെഞ്ചെരിച്ചിൽ ഉണ്ടാക്കാറുണ്ട്. ആസിഡ് കൂടുതൽ ഉണ്ടായാൽ അത് പ്രയാസകരമാണ്. എന്തൊക്കെയാണ് കൂടുതൽ ആസിഡ് ഉണ്ടാക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ?